ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഞ്ഞു പെയ്യുന്ന ഡിസംബർ, ഉണ്ണിയേശുദേവനവതാരം. മഞ്ഞു പെയ്യുന്ന ഡിസംബർ, ഉണ്ണിയേശുദേവനവതാരം. അതെ, നമ്മെ കാണുവാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. 1000 പുൽക്കൂടുകളിൽ 1000 ഉണ്ണികൾ പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ അവനിടമില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് വെറുതെയാണ്. പ്രിയപ്പെട്ടവരെ, ഉണ്ണി യേശുവിൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിക്കുന്ന രാവാണ് ക്രിസ്തുമസ്. ഓരോ ക്രിസ്തുമസും നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ മായാജാലങ്ങളാണ്. ഓരോ ക്രിസ്മസും ദൈവസ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. അതെ, അന്ന് ഉണ്ണിയേശുവിനെ കാണുവാൻ വേണ്ടി പൊന്നും മീറയും കുന്തിരിക്കവുമായി 3 രാജാക്കന്മാരാണ് വന്നത്. അന്ന് അവർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായി മാറാമെന്ന്. കാരണം അക്രമവും അനീതിയും നടമാടുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായി ചില മനുഷ്യരെങ്കിലും ഇവിടെ അവശേഷിക്കണം. അടുത്തതായി, പ്രവാചകന്മാർ അന്ന് പ്രവചിച്ചതുപോലെ ഉണ്ണിയേശു പിറന്നത് മാളികയിലോ കൊട്ടാരത്തിലോ അല്ല, വെറും ഒരു കാലിക്കൂട്ടിലാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. അതെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. എളിമയുള്ളവരായിരിക്കുക എന്നുള്ളത്. എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റും. അടുത്തതായി, നാം എത്ര വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയാലും അതുപോലെ തന്നെ എത്ര വലിയ ലക്ഷ്യത്തോടു കൂടി ജീവിച്ചാലും നാം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്: സമാധാനം. ഓരോ ക്രിസ്മസും ഈ സമാധാനം നമുക്ക് എങ്ങനെ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി, മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ഉണ്ണിയേശുവിൻ്റെ പിറവിക്ക് ശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനമുള്ളവരായിരിക്കാം, നന്മയുള്ളവരായിരിക്കാം, എളിമയുള്ളവരായിരിക്കാം. അപ്പോൾ നമ്മെ തേടി നമ്മുടെ കൂടെ സമാധാനം എത്തും. ഓരോ ക്രിസ്മസും നമുക്ക് ഉണ്ണിയേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടി സാധിക്കണം. ക്രിസ്മസ് ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുമസായി മാറ്റാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസിക്കുന്നു.